ഹലോ ഹായ് ഞാനിന്ന് വന്നേക്കുന്നത് ഒരു കുഷ്യൻ്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ വണ്ണം എടുക്കാം. 18 ഇഞ്ച് വണ്ണവും 17 ഇഞ്ച് 18-17 തന്നെ രീതിയിലുള്ള ഒരു കുഷ്യനാണ് കേട്ടോ. കറക്റ്റ് 18 വന്നത്. ഇത് എന്തോണോ 1 ഇഞ്ച് കുറവാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ കുറവായ 17 ഇഞ്ചാണല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ 1 ഇഞ്ച് കൂടി കൂടുതൽ ഇട്ടിട്ട് ഞാനത് ഇവിടെ 18 ഇഞ്ചിൽ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 18 ഇഞ്ചിൽ വീതിയിലും പിന്നെ നമ്മൾ ഇത് ഒരൊറ്റ പീസിലാണ് ഇത് 3 ഭാഗവും ചെയ്തെടുത്തേക്കുന്നുണ്ട്. ഒരു 18 എടുത്തിട്ട് പിന്നെ ഒരു 5-6 ഇഞ്ചും കൂടി കൂടുതൽ ഇട്ടേക്കാണ്. അപ്പോൾ അത് നമ്മുടെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുന്ന രീതിയിൽ ചെയ്യാനാണ് കേട്ടോ. അതേ ഇങ്ങനെ വരും. ഒരെണ്ണത്തിൻ്റെ മുകളിൽ വരുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണേ കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ 2 അരിക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഒന്നിൻ്റെ മുകളിലേക്ക് വന്ന രീതിയിലേക്കാണ് കൊടുത്തേക്കുന്നത്. ഇത് കണ്ട ഈ ഭാഗം ഇതൊറ്റ പീസാണ്. അത് ഇങ്ങനെ ഒന്നിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ നമുക്കിങ്ങനെ വച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് ആ കുഷ്യൻ്റെ അളവ് നമ്മൾ 18 ഇഞ്ചാണല്ലോ കുഷ്യൻ്റെ വീതി വന്നത്. ആ 18 ഇതിനകത്ത് കറക്റ്റായിട്ടാണോ ഇരിക്കണേന്ന് നോക്കാം. ഇല്ലെങ്കിൽ അത് കറക്റ്റാക്കി വയ്ക്കുക കേട്ടോ. കറക്റ്റ് 18 ഇഞ്ച് തന്നെ നമുക്ക് കിട്ടിയാൽ മതി. കാരണം ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും സ്റ്റിച്ചിങ് വന്നില്ല. ഈ ഭാഗത്താണ് നമുക്ക് സ്റ്റിച്ചിങ് വന്നുള്ളൂ. ഈ 2 സ്റ്റിച്ചിങ്ങിൽ നമുക്ക് ഈ കുഷ്യൻ്റെ ഇത് കഴിയും കേട്ടോ. അപ്പോൾ ഈ ഭാഗവും 2 ഭാഗവും ഒരു 1/4 ഇഞ്ച് വീതി 1/4 ഇഞ്ച് വീതിയിൽ നമ്മൾ തയ്യത്തുമ്പോൾ എത്ര ഇടണോ അത് നോക്കിയിട്ട് ആ വീതിയിൽ നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഭാഗം കറക്റ്റ് 18 ഇഞ്ച് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഒരു ഭാഗം അതിൻ്റെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ 1-2 സ്റ്റിച്ച് കൂടുതൽ ഇട്ട് ചെയ്യാം കേട്ടോ. എന്താ വെച്ചാൽ കുഷ്യൻ കവറൊക്കെ ആകുമ്പോൾ നമ്മൾ എപ്പോഴും അത് ഊരിയെടുത്തിട്ട് സ്റ്റിച്ചിങ്ങൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ പാടാണല്ലോ. അപ്പോൾ കെട്ടിട്ട് കൊടുത്തും 2-3 സ്റ്റിച്ച് ഇട്ട് കൊടുത്തും ചെയ്യുക. അപ്പോഴാണ് നമുക്കത് വീണ്ടും അടിപ്പ് ചെയ്യാത്ത രീതിയിൽ അടിക്കാനുണ്ടാത്ത രീതിയിൽ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനൊരു ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പുറ ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്ത് അതുപോലെ തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പുറ ഭാഗം അടിക്കുമ്പോഴും ആ അളവ് കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കുഷ്യൻ അളവ് കുറവായ അതിനകത്തേക്ക് കുഷ്യൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാനും പാടായിരിക്കും. അപ്പോൾ ഒരുപാട് ലൂസ് ഇട്ടാലും ഇത് കവർ കടത്തി കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്ന രീതിയിലായിരിക്കും. അപ്പോൾ അതിൻ്റെ അത്ര പെർഫെക്ഷനും കിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനത് കറക്റ്റ് അതേ അളവിൽ നമ്മൾ 17-18 ഇഞ്ചാണ് ആ രീതിയിൽ തന്നെയാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തേക്കണത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഈ രീതിയിൽ തന്നെ നമുക്ക് ഫില്ലോയും സ്റ്റിച്ച് ചെയ്തെടുക്കാം. നല്ല എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ് ഇതിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. വെറും ഒരു 5 മിനിറ്റിൽ നമ്മൾ മെനക്കെട്ടാൽ മതിയോ. അത്രയും പെർഫെക്റ്റായിട്ട് ഇത് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. നിങ്ങൾ സ്റ്റിച്ചിങ്ങൊക്കെ പഠിക്കുന്ന ആളുകളാണെങ്കിലും തുടക്കക്കാരാണെങ്കിലും എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മൂലകളൊക്കെ കറക്റ്റാക്കി വച്ചിട്ട് നമുക്കിത് ഒന്ന് മറിച്ച് കറക്റ്റാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൻ അമർത്തുക. കമൻറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇടാം. അപ്പോൾ എന്തെങ്കിലും വീഡിയോകളൊക്കെ നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങിൻ്റേതായിട്ടൊക്കെ അറിയാനൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ഇടാം കേട്ടോ. ഞാൻ ഏതെങ്കിലും വീഡിയോകളൊക്കെ ചെയ്യണതുണ്ടെങ്കിൽ കമൻ്റ് ഇട്ടാൽ ഞാൻ ആ വീഡിയോകളൊക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് മറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് കുഷ്യനൊന്ന് ഇട്ട് കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ. അപ്പോൾ ഈ മൂലകളൊക്കെ കറക്റ്റാക്കി ചെയ്തിട്ട് വേണം കുഷ്യൻ ഇതിൻ്റെ ഉള്ളിൽ ഒക്കെ കയറ്റിയിടാൻ കേട്ടോ. അല്ലെങ്കിൽ കുഷ്യൻ ഇതിട്ട് കഴിയുമ്പോൾ ഈ മൂലകളൊന്നും കറക്റ്റായിട്ട് ഇരിക്കുകയില്ല. കാണുമ്പോൾ ഒരു ഭംഗിയുണ്ടാവില്ല, ഉള്ളിലേക്ക് തള്ളിയിരിക്കും. അപ്പോൾ ഞാനിതിൻ്റെ ഉള്ളിൽ ഈ കത്രിക ഇതാക്കിയിട്ട് അതിൻ്റെ മൂലകളൊക്കെ കറക്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഈസി ആയിട്ട് നമ്മൾ ചെയ്തെടുത്തതാണ് കേട്ടോ. നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഇനി ഈ കുഷ്യൻ കൂടി നമുക്ക് ഇതിനകത്തേക്ക്
ഇട്ടും കൂടി കാണിച്ചു തരാം. അപ്പോൾ നല്ല പ്രസ് ചെയ്ത് കൊടുത്തിട്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഒരു ഭാഗം ഈസി ആയിട്ട് കിടക്കും. അപ്പോൾ അടുത്ത ഭാഗം കൂടി കയറണമെങ്കിൽ നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത്, ഇത് സ്പോഞ്ചാണല്ലോ, അപ്പോൾ പ്രസ് ചെയ്താലും ഉള്ളിലേക്ക് നല്ലപോലെ കയറിക്കോളും. അത് കഴിഞ്ഞിട്ട് നിവർന്ന് വരുമ്പോൾ കറക്റ്റായിട്ട് വരും. അപ്പോൾ ഒരുപാട് ലൂസ് ഇട്ടില്ലെങ്കിൽ ഇങ്ങനെ ഇത് കയറ്റാൻ പാടായിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ആദ്യമായിട്ട് ചെയ്യണവരൊക്കെ ആണെങ്കിൽ ഇത് ശരിയായില്ല എന്ന് വിചാരിക്കരുത്. നമ്മൾ ആ കുഷൻ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കാം. എന്നാലാണ് ഇത് നല്ല ഇതിലിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ലൂസിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ഇട്ട് കഴിയുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ. ഇതിപ്പോൾ കവർ ഇട്ടതാണെന്ന് പോലും തോന്നില്ലാത്ത രീതിയിലേക്ക് നന്നായിട്ട് ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കവറിട്ട് എടുത്തിട്ടുണ്ട്.